വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇനി 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്ത് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു പോകും അല്ലേ. അവിടെ നമ്മൾ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ 7ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്കറിയാം, ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ വർഷം മാറിയ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ എല്ലാവർക്കും കുറച്ചെങ്കിലും ടെൻഷൻ ഉണ്ടാവും. എങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുമോ, നല്ല മാർക്ക് നേടാൻ പറ്റുമോ, USS കിട്ടുമോ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസും ടെൻഷനും ആയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, 7ാം ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. എന്നാ മിസ് പറയാം, തുടക്കം മുതലേ അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് കുറച്ച് ടിപ്സുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ആദ്യം എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ പാഠഭാഗങ്ങളാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. ഈ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സിനെല്ലാത്തിനും കുറച്ച് ബേസിക് ആയ നോളജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് അടുത്ത വർഷം പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചാപ്റ്ററുകൾ എളുപ്പമാക്കാൻ നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത് ബേസിക്സിലാണ്. അതായത് ഏറ്റവും ഒരു ചാപ്റ്റർ പഠിക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് ഇനി വരുന്ന 2 ആഴ്ച കൊണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. എക്സാമ്പിൾ പറയാം. 1ാമത്തെ ചാപ്റ്റർ നോക്കിയേ, സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്നതാണ് 1ാമത്തെ പാഠം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സമാന്തര വരകളെ കുറിച്ചാണ് പഠിക്കാനുള്ള, ആംഗിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, കോണുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. 2 ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അതേപോലെ 2 വരകൾ ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 2 പോയിന്റുകൾ തമ്മിലുള്ള സ്പേസിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെ ബേസിക് ആയിട്ട് എന്താണ് ആംഗിൾ, എന്താണ് സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ്, എന്താണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, അങ്ങനെ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച കുറെ കാര്യങ്ങൾ, ലീനിയർ പെയറൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കുറെ ബേസിക് ആയ കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്റർ ഈസി ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 2ാമത്തെ ചാപ്റ്റർ നോക്കി, ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ 4ാം ക്ലാസ് മുതൽ ഫ്രാക്ഷൻസ് പഠിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ ഫ്രാക്ഷന്റെ അഡിഷനും സബ്ട്രാക്ഷനും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പൊടി തട്ടി എടുത്തു വെക്കുക. ഇതിന്റെ മുകളിലാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇനി 7ാം ക്ലാസ്സിൽ ആരും തന്നെ നിങ്ങൾക്ക് വന്നിട്ട് എന്താണ് ഭിന്നസംഖ്യ എന്നും എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുക എന്നും കുറയ്ക്കുക എന്നും കൂട്ടുക എന്നും ഒന്നും പറഞ്ഞു തരില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ 2 ആഴ്ച സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ത്രികോണങ്ങൾ നിങ്ങൾക്കറിയാം, ത്രികോണത്തിന്റെ പ്രത്യേകതകൾ അറിയാം. എങ്ങനെയൊക്കെയാ ത്രികോണങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ത്രികോണങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് അവരെ തരംതിരിച്ചിരിക്കുന്നത്, അങ്ങനെ ത്രികോണങ്ങളെ പറ്റി നിങ്ങൾക്ക് പറ്റുന്നത്ര ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. പിന്നെ വിപരീത ഭിന്നങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു കൺസെപ്റ്റ് ആണ്, പക്ഷേ ഭിന്നസംഖ്യ അറിയുന്ന ഒരാൾക്ക് അത് പഠിക്കാൻ വേണ്ടി പറ്റും. ദശാംശ രീതികൾ, ഡെസിമൽസ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. റേഷ്യോ പുതിയ കൺസെപ്റ്റ് ആണ്. കണക്കിലെ ചുരുക്കെഴുത്ത് പുതിയതാണ്. ബാക്കിയൊക്കെ വഴിയേ വരും. പക്ഷെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 2 ആഴ്ച സമയം നിങ്ങൾക്ക് ഇതിനായിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബേസിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് സ്കൂളിലെത്തി. ഇനി എന്താണ് മിസ്സേ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ ബേസിക്സ് ഒക്കെ പഠിച്ചു, ചാപ്റ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും, ഓരോ ചാപ്റ്ററിലും ചില ക്വസ്റ്റ്യൻസ് എക്സാമിന് അപ്പടി വരും. ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആദ്യം ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതെങ്ങനെയാ ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിച്ച് പഠിച്ചതിന് ശേഷം ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം. അത് ചെയ്താൽ മാത്രമേ അത് പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാർക്ക് ചെയ്യുക, അത് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2ാമത്തെ കാര്യം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് നിങ്ങളുടെ ഭാഷയിൽ പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു ഭാഷയാണെങ്കിൽ അങ്ങ് കാസർഗോഡ് വേറൊരു ഭാഷയാണ് സംസാരിക്കുന്നത് അല്ലെ. മലയാളം തന്നെയാണെങ്കിൽ കൂടി വേറൊരു ടോണിലാണ് സംസാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മാത്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചിരുത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു പൂച്ചയോ നായ്ക്കുട്ടിയോ ആരോ ആവട്ടെടാ, അവരെ മുമ്പിൽ ഇരുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് നിങ്ങളുടെ ഭാഷയിൽ മാത്സ് പഠിപ്പിക്കുക. ശരിക്കും വർക്കാവും. നിങ്ങൾ അവരെ മാത്സ് പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മാത്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും.
നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ മാത്സ് പഠിക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനും പറ്റും, മനസ്സിലാക്കി പഠിക്കാനും പറ്റും. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഷോർട്ട് നോട്ടുകളാക്കി എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇനി ഇതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സൈലം കൊണ്ടുവന്നിരിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് അവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ബാച്ച് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാത്തിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ബേസിക് ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഫസ്റ്റ് മുതലേ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ആരും തന്നെ മിസ്സാക്കരുത്. നമുക്ക് ലൈവിൽ വെച്ച് കാണാം.